അത്ഭുതം തോന്നിയിട്ടുണ്ട്. റിബലുള്ള മണ്ഡലത്തിൽ വാർഡിൽ പോലും 300, 400 ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ലീഡ് 28, 29. ഇവരെ MP-ക്ക് ഇപ്പോഴും 1000 എത്തിയിട്ടില്ല. പാലക്കാട്ടെ MP-ക്ക് വോട്ടാണ്. TK ഹംസക്കപ്പോ വെളിയങ്കോട് എവിടെ പറഞ്ഞു തന്നെ ഇപ്പോഴും MP-യുടെ പവറാണ്. മൂപ്പര് വിചാരം MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പട്ടുറുമാൽ എന്നാണ്. ആ സാധുവിന് അള്ളാഹ് നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്തൊക്കെയായിരുന്നു കുതൂഹലം. എവിടെ എത്തി ലീഗിനെതിരെ ഏതൊക്കെ കോലത്തിൽ ആരൊക്കെ കടന്നു വരുന്നത്. ഞങ്ങളെ കൂർത്തിന്നൊരു കൈപ്പപ്പാരലിനേറ്റാ ചാടിയത് KT ജലീൽ. ഞങ്ങൾ അവിടുന്ന് കൊടുന്നത് അബ്ദുള്ളക്കുട്ടി, ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, ശിവരാമൻ. ഉണ്ടോ വലിയ വാള, മുള്ളുവാള കേൾക്കണോ? ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴിയാലിയെ വേദിയിലെത്തിച്ചൊരു വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ മുസ്ലിം ലീഗിന്റെ എളിയ ഖാദിം എന്ന നിലയിൽ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ ആലോചിക്കുക, എപ്പോ ഒരു ടോർച്ചേറ്റ് അച്യുതാനന്ദനെ കണ്ട് സോപ്പടിച്ച് അയാൾ പോരുമെന്ന്. ആ കോലത്തിൽ നിൽക്കപ്പോ കേരളം. അതോ ഈ വരുന്നതോ ചില്ലറക്കാരൊന്നല്ല. ഇന്നലൊക്കെ വന്ന വേദിയിൽ വന്നവരാരൊക്കെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയിൽ പോയി സനത് വാങ്ങിയവരൊക്കെ ഉണ്ടാ കൊടുത്തില്ല. ആലോചിക്കണം. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ വെറുത്തു. നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കിപ്പോ ഈശ്വരനിൽ വലിയ വിശ്വാസമില്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസം. പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ്. മക്കളെ, നിങ്ങളെ സകല ബർക്കത്തും പോയത് മലപ്പുറത്ത് സമ്മേളനം വെച്ചതോടുകൂടിയാണ്. വേറെ എത്ര സ്ഥലം ഉണ്ടായിരുന്നു? നിങ്ങളെ അന്തസ് മുഴുവൻ ചോർന്നത് അവിടെയാണ്. വേറെ എത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നു? മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനം വെച്ച് ലീഗിനെ കശകാൻ നോക്കി. അറബി മലയാളത്തിൽ സമ്മേളനം എഴുതി. വല്യമ്മാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് മക്കനെ ധരിച്ച പെൺകുട്ടികൾ നടക്കുന്ന ഫോട്ടോ, വല്യപ്പാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് മദ്രസ വിട്ടുവരുന്ന ഫോട്ടോ. എന്തൊക്കെ നടത്തി ഇവർ. എന്നിട്ടും എന്തേ ക്ലച്ച് പിടിക്കാതെ പോയത്? ആളുകൾക്കറിയാം. ഇപ്പൊ ഇവര് തോറ്റപ്പോ തിരൂരിലൊരു CITV-കാരൻ പറയാ, ഞങ്ങൾ തോൽക്കാൻ കാരണം ഈ TV ഭണ്ഡാരടക്കിയാന്ന്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഞങ്ങൾ മിഞ്ഞാന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഇന്ന് പറഞ്ഞതൊക്കെ ജനങ്ങളാണ് മറക്കല. പക്ഷെ ഇത് ഇന്നലെ മിഞ്ഞാത്തൊക്കെ ഒന്നും ഇങ്ങനെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ കാണുക. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ടാണ് മാർക്സിസ്റ്റുകാർക്ക് ലീഡറിലോടുത്ത് കോണിക്കൊക്കെ ഉണ്ട് ആഞ്ഞി കുത്തിയിട്ട് ബാലറ്റ് പേപ്പറിനൊക്കെ ഓട്ടായത് എത്രയെന്നറിയാതെ എണ്ണുന്നത് മുഴുവൻ കോണിയല്ലേ. കോളേജിലേക്ക് എണ്ണാൻ കയറി വരുന്നത് കോണിമക്കൂടി, ഇറങ്ങിയിട്ട് തോറ്റിട്ട് പോണതും കോണിമക്കൂടി. കോണി തന്നെ കിട്ടുകയാണ്. കോണി കണ്ട് പൂതിയഞ്ചും കെട്ടപ്പോഴാണ് കീഴുപറമ്പ് പഞ്ചായത്തിൽ സഖാവ് മുഹമ്മദ് അലി 13 ബാലറ്റ് വിഴുങ്ങിയത്. ആ പഹന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ സ്കാനിങ്ങിലും കോണിയാണ്. എന്നാ ഇനി അതൊക്കെ പോകട്ടെ, സാരല്ല. നമ്മൾ TV ഒന്ന് കണ്ട് സംതൃപ്തി അടയാം. അരിവാള് കാണുന്നു വിചാരിച്ച് TV തുറന്നു നോക്കുമ്പോ കണ്ണൂരിന്റെ ചിത്രം അവിടെ വലിയ കോണിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ കേബിള് വലിച്ചിട്ട് കണ്ട് ഇരുട്ടത്ത് കൂടി മറിയുമ്പോ കേബിൾ പണിക്കാരൻ ലൈന് ശരിയാക്കാൻ വരേണ്ടതും കോണിയേറ്റ്. വല്ലാത്തൊരു സംഭവം. പൊന്നാര മക്കൾ, നിങ്ങളെ കട്ടകാലം ആരംഭിച്ചു. മുസ്ലിം ലീഗിന്റെ യശസ് ഏതാണ്? നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾക്കെതിരെ ഏതൊക്കെ കോലത്തിൽ, ഏതൊക്കെ രൂപത്തിൽ, എന്തൊക്കെ ഭാവത്തിൽ കടന്നു വന്നവരുണ്ട്. അവരൊക്കെ എവിടെയാണ്? നിങ്ങൾ പഠിക്കണം. വെറുതെ സമയം കളയാണ്. ഇപ്പോ PDP-യുടെ നേതാവിനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ വലിയ കഷ്ടപ്പാടില്ല. ഹൈപ്പവർ ലീഡർ ഹൈ ലെവൽ കുറ്റത്തിൽ ഹൈക്കോടതിയിലും, കള്ളനോട്ടടിയിൽ ജയിലിന്റെ നോട്ടപ്പുള്ളിയായി ന്യായാധിപന്റെ മുമ്പിൽ നയരൂപീകരണ സമിതിയുടെ ചെയർമാൻ CK അബ്ദുൽ അസീസ്. പിന്നെ ആരുണ്ട് അതിൽ? പൊരി വെയിലത്താ പ്രവർത്തകർ. നേതാക്കൾ മുഴുവൻ കൂടൊഴിഞ്ഞു പോയി. ഇല്ല, ആരുമില്ല. എന്നെ കണ്ടോ? ഇവിടെ പുതിയ സംഘടനകൾ ഉണ്ടാക്കി വരുന്ന സാധുക്കൾക്ക് വല്ല കഥയെ അറിയോ? CPM പോലും മടുത്തു. അതുകൊണ്ടാണല്ലോ കൈരളി ചാനലൊന്നും നമ്മൾ ജയിച്ചത് കാണിച്ചില്ല. മറ്റു ചാനലൊക്കെ UDF മുന്നേറുന്നു. അവിടെ 5-ാം വാർഡ് പിടിച്ച്, ഇവിടെ 3-ാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോ അപ്പോഴും കൈരളി ചാനലിൽ പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. അവിടെ 3-ാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോ ഇവര് 3 ഉള്ളി എടുത്തിട്ട് വെട്ടി നുറുക്കുകയാണ്. അവിടെ 5-ാം വാർഡ് തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ ഇഞ്ചിനീരിൽ പിഴിഞ്ഞെടുക്കുകയാണ്. അവിടെ UDF നഗരസഭ ഇളക്കി മറിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ ചട്ടക്കെടുത്തിട്ട് ഇളക്കി മറിക്കാൻ സാധിക്കും. തോറ്റു എന്ന് പറയണം, സാധിക്കുന്നില്ല. ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാതെ പോയത്? അവിടെയാ മനസ്സിലാക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക്, രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക്, ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി, വിളയാടാൻ വിഷക്കള്ള്, പേക്കൂത്തിന് ഒരു ആഭ്യന്തരം. എന്താ നിങ്ങളെ കൈമുതൽ പറയാം? നിങ്ങൾ ഈ രാജ്യത്ത് നൽകിയ